ഹലോ ഫാമിലി, അപ്പം അടുത്തൊരു ബ്ലോഗുമായിട്ട് വീണ്ടും എത്തിയിരിക്കണം കേട്ടോ. അപ്പം എന്താണെന്ന് വെച്ചാൽ അപ്പുറത്തെ വീട്ടിൽ ആട് പ്രസവിച്ചിട്ടുണ്ട്. 2 ആട്ടിൻകുട്ടികളുണ്ട്. അപ്പം അതിനെ കണ്ടിട്ട് വന്നല്ലോ. വായ് ഗായ്സ്, പോയി നോക്കാം. അപ്പോൾ ഈ വീട്ടിലാട്ടോ ആട് പ്രസവിച്ച് കിടക്കണത്. ഞങ്ങൾ തൊട്ടപ്പുറത്താണ് കേട്ടോ. ഈ മതിലങ്ങോട്ട് ചാടിയിട്ട് ഇവിടെ എത്തിയാൽ മതി, ഈ വീട്ടിലേക്ക് എത്തും. നമുക്ക് പോയി നോക്കാം ഗായ്സ്. പോയി നോക്കാം കേട്ടോ എങ്ങനെയാണെന്ന്. അപ്പം ഇതാട്ടോ ആട്ടിൻകുട്ടി, ചെറിയൊരു ആട്ടിൻകുട്ടി നീച്ച് പോവാണ് കേട്ടോ ഗായ്സ്. ഇതാട്ടൊരു ആട്ടിൻകുട്ടി എടുക്കാനായിട്ടില്ല. റിച്ചുട്ടൻ വന്നിരിക്കുന്നു ഗായ്സ്. അപ്പോൾ അമ്മേനെയും 2 കുട്ടികളെയും കണ്ടാലോ, വായോ. അപ്പോൾ ഒരു കുട്ടി അമ്മൻ്റെ അടുത്ത് കിടക്കുക കേട്ടോ. അമ്മൻ്റെ അടുത്താണ് ഒരു കുട്ടി കിടക്കണത്. ഒരു കുട്ടി ഇപ്പുറത്ത് വന്ന് കിടക്കുകയായിരുന്നു കേട്ടോ. ഞാൻ വീഡിയോ എടുക്കാൻ നേരത്ത് കുട്ടി അമ്മൻ്റെ അടുത്തേക്ക് പോവുകയാണ് കേട്ടോ. ഇതാണ് ആട്ടിൻകുട്ടികൾ. രസമുണ്ടോ? കുഞ്ഞു കുട്ടികളാകുമ്പോൾ നല്ല ഭംഗിയായിട്ട് കാണാൻ. റിച്ചിട്ടിന് നല്ല ഇഷ്ടമാണ് അങ്ങനത്തെ കുട്ടികളൊക്കെ കേട്ടോ. പൂച്ചക്കുട്ടികളാണെങ്കിലും നായ്ക്കുട്ടികളാണെങ്കിലും വളരെ ഇഷ്ടമായിട്ടോ. കുഞ്ഞു കുട്ടികൾ കേട്ടോ. അപ്പോൾ ഇന്ന് ചെറിയൊരു ബ്ലോഗായിട്ട് എടുക്കാൻ വിചാരിച്ചു. ഇതാണ് ആട്ടിൻകുട്ടി. ഇപ്പം ഇതാണ്. കളി കഴിഞ്ഞിട്ട് 2 ആൾക്ക് വിശന്നിട്ട് പാല് കുടിക്കുകയാണ് കേട്ടോ. പാല് കുടിച്ച ഒരാൾ ക്ഷീണിച്ച് കിടക്കുന്നുണ്ട്. മറ്റാളോട് തല്ല് കൂടുക കേട്ടോ പാലിന് വേണ്ടിയിട്ട്. ണ്ട്. അപ്പം ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോവാണ് കേട്ടോ. ഇതാട്ട സ്ഥലം ഇതാട്ട സ്ഥലം കൃഷി കാര്യങ്ങളൊക്കെ ഉണ്ട്. മുളകാണ് തോന്നുന്നുണ്ട്. മുളക് മരം, മുളകാണ്. അപ്പോൾ പിന്നെ ആട്ടിൻകുട്ടികളുള്ളൊരു വീഡിയോസായിട്ട് വന്നു. ചെറിയൊരു ബ്ലോഗ് എടുത്തു. അപ്പം എന്താ, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കേട്ടോ. സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. സപ്പോർട്ട് ചെയ്യുക, സബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ഇടുക. ഓക്കെ, നിങ്ങളുടെ എല്ലാ ഫാമിലിയിലും സപ്പോർട്ട് വേണം കേട്ടോ. നല്ല വീഡിയോസ് ആണെങ്കിലും ഷോർട്ട് വീഡിയോ ആണെങ്കിലും ലോങ് വീഡിയോ ആണെങ്കിലും മുന്നോട്ട് പോകുള്ളൂ. അപ്പോൾ ഓക്കെ, എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന വിചാരിക്കുന്നു. നിങ്ങളുടെ ഒരു ഫാമിലി ആയിട്ട് എടുക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ബ്ലോഗായിട്ട് വീണ്ടും വരാം കേട്ടോ. ബൈ.